ഇന്നത്തെ സ്പെഷ്യൽ ഒരു മാമ്പഴ പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ മാമ്പഴ കാലമാണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടി നമുക്കിപ്പോൾ 1/2 കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുറി മാങ്ങ നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് വേണം ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണ്. അത് നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് നല്ല പുട്ടിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കണം. അധികം നനവൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പുട്ടുപൊടിക്ക് ഒരു ഹാഫ് മാങ്ങ അടിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് പരുവാണ്. ഇനി നമുക്കത് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുട്ടുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആവിയിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു മണവും അടിപൊളിയാണ്. വളരെ സിമ്പിളായിട്ട് എന്നും ഒരേ തരത്തിലുള്ള പുട്ടിന് പകരം നമുക്കൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം അത്യാവശ്യം അതൊന്ന് വെന്ത് വരാറായിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാമ്പഴ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു മാമ്പഴത്തിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് സെർവ് ചെയ്യേണ്ടത്. അടിപൊളി ടേസ്റ്റാണ്. നല്ല പഴുത്ത മാമ്പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.